ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അപ്രതീക്ഷിതമായിട്ട് എത്തിയിട്ടുള്ള എമ്പുരാൻ്റെ ട്രെയിലറിനെ കുറിച്ചിട്ടാണ്. ഈ ട്രെയിലർ ആക്ച്വലി ഇന്ന് ഉച്ചയ്ക്ക് 1:08 റിലീസ് ചെയ്യുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹിന്ദി വേർഷൻ ഇതിൻ്റെ ട്രെയിലർ രാത്രി ഇനി ലീക്കായി. വെറും തെണ്ടിത്തരം ചെറ്റത്തരം എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല. ഇത് ആരാണോ ചെയ്യുന്നത് അവന്മാരെ പിടിച്ച് കൈ കിട്ടിക്കഴിഞ്ഞാൽ 2 കൊടുക്കണം എന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും നാറിത്തരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. നമ്മളെല്ലാവരും ഇതൊക്കെ ആ ഒരു സംഭവമൊക്കെ പ്രതീക്ഷിച്ചിട്ടാണോ 1 മണിക്കൊക്കെ പ്രതീക്ഷിച്ചിട്ടിരിക്കും. പെട്ടെന്ന് രാത്രി മൂത്രമൊഴിക്കാൻ വേണ്ടി എണീറ്റതാണ്. ആ സമയത്തിന് ചറപറ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നത്, എമ്പുരാൻ്റെ ട്രെയിലർ റിലീസായി അപ്പടി ഇപ്പടി എന്നൊക്കെ ഉണ്ട്. നമ്മ പറ്റിക്കാൻ വേണ്ടി ചെയ്യണതാണെന്നൊന്നും അറിയില്ലല്ലോ. നമ്മൾ വെറുതെ നോക്കണ സമയത്തുണ്ട് ഇതാ കിടക്കുന്ന ട്രെയിലർ, എല്ലാ വേർഷനും വന്ന് കിടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇന്ന് അന്വേഷിച്ച് പോയ സമയത്താണ് ഇതിൻ്റെ ഹിന്ദി പരിപാടിയൊക്കെ റിലീസായി എന്നുള്ളത് കേൾക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഇതിപ്പോൾ ഒരു എന്താ പറയുക, ഇതൊരു ആചാരം പോലെ ആയിട്ടുണ്ട്. ഏത് സിനിമ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ദിവസം തന്നെ അതിന് പ്രിൻ്റ് ഇറങ്ങുക, ഇതേപോലെ ഓരോ കാര്യങ്ങൾ ലീക്ക് ഔട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ വളരെ ശോകം പിടിച്ച കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്ത് വിശ്വസിച്ചിട്ടാണ് ഒരു സിനിമ ഒരു പാൻ ഇന്ത്യൻ റിലീസായിട്ട് ഇവിടെ ഇറക്കുക എന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമാക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അതിനുള്ള എന്താണ് പ്രതിവിധി എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് പൈറസി സംഭവങ്ങൾ ആരും കാണാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ടെലിഗ്രാമിൽ വരുന്നതാണെങ്കിലും മറ്റുള്ള അതർ സംഭവങ്ങളൊക്കെ ഇപ്പോൾ തമിഴ് റോക്കേഴ്സ് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഈ ഫസ്റ്റ് ദിവസം തന്നെ വരുന്ന പ്രിന്റുകളൊന്നും കാണാതിരിക്കുക. താൽക്കാലികമായിട്ട് നമുക്കതിന് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അതെന്തായാലും എല്ലാവരും ഒന്ന് പരിഗണിക്കുക. എമ്പുരാനൊക്കെ ഫസ്റ്റ് ദിവസമൊക്കെ ഇതേപോലെ ലീക്കായി കഴിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു രക്ഷയുണ്ടാവില്ല കേട്ടോ. വൻ തെണ്ടിത്തരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നാണ് ഈ പരിപാടികൾ മൊത്തം ഇറങ്ങുന്നത്. ഇപ്പോൾ പുഷ്പ എന്ന് റീസെൻ്റ്ലി ഞാൻ ഞെട്ടിപ്പോയതാണ്. പുഷ്പ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഷോ കഴിഞ്ഞ സമയത്ത് ഉച്ചയാകുമ്പോഴത്തേക്കും അതിൻ്റെ നല്ല പ്രിന്റ് റിലീസ് ചെയ്തിരിക്കുന്നു. അവിടെയും ഇവിടെയൊക്കെ ഓടി നടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വൻ തെണ്ടിത്തരായിട്ടാണ് എനിക്ക് തോന്നിയത്. എമ്പുരാനൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദൈവത്തെ ആലോചിച്ച് ആരും ഷെയർ ചെയ്യാതിരിക്കുക, കാണാതിരിക്കുക. ഇപ്പം എമ്പുരാൻ എന്നല്ല, വേറെ ഏത് സിനിമകൾ വന്നാലും അങ്ങനെ തന്നെ പരിശ്രമിക്കുക. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം മലയാളം ഇൻഡസ്ട്രിയുടെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ തന്നെ ഏറ്റവും വലിയൊരു സിനിമകളിൽ ഒന്നാകാൻ പോകുന്ന സിനിമ ഫ്രാഞ്ചൈസാണ് ഈ എമ്പുരാൻ അല്ലെങ്കിൽ ലൂസിഫർ എന്ന് പറയുന്നത്. സോ അവരോടൊരു കരുണ കാണിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. സോ എന്തായാലും ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ കണ്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ഇപ്പം മലയാളം 3 മിനിറ്റ് 50 സെക്കൻഡ് ഉണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസ് അതാദ്യം തന്നെ കാണിച്ചിട്ടുണ്ട്. എന്റെ പിന്തുടർച്ചക്കാർ, എന്നെ പിന്തുടരുന്നവർ ആരാണ്? അവരാണ് എന്റെ മക്കൾ. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ സംസ്ഥാനത്തിലെ നിരന്തരം തകർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല, ഉള്ളിലുള്ള ആൾക്കാരാണ്. കേരളത്തിലെ കപട മതേതര സുരാജ് ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. राजनीति एक धंधा है हमारे देश में. പക്ഷെ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. ഒരു പാർട്ടിയാണല്ലോ. ഒരു രക്തബന്ധത്തിന് നിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. दिखाने के लायक ही नहीं होता. നോർത്ത് ഇന്ത്യൻ വില്ലന്മാര് शुरू से वो एक नाम से डरते थे. ഡ്രഗ്സ്, റെഡ് ഡ്രാഗൺ, ഇവരെല്ലാം ജനറലി കേൾക്കരുതാണ്. തുർക്കി, ലണ്ടൻ, ഫ്രാൻസ്, യമൻ, സെനഗൽ, ഇറാഖ്, ചൈന, ഒരുപാട് രാജ്യങ്ങൾ എല്ലാ ഭാഗത്തും. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോഗോളങ്ങളുടെ എമ്പുരാൻ. മോഹന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാതിയല്ലാതെ ഇനി ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ മക്കൾ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്ന ഒരാൾ, അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നത്? സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. മോനെ Face the world and proud. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെറുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? കബൂക, Enemy of an enemy is a friend. ശത്രുവിന്റെ ശത്രു മിത്രം. Zayda.
Said Masood. We have to end this war. മണിക്കുട്ടന്റെ ക്യാരക്ടറാണ്. Come back. Save you, man. Save you. God soon comes. പാടാ. പവർ ഗ്രീഡ്. എന്റെ അമ്മോ, വെപ്പൺസ് ഒക്കെ റേഞ്ച്, വെപ്പൺസ് ഒക്കെ ലെവല്. ഗോകുൽജി, ആന്റണി പെരുമ്പാവോ, വെടി പക. ഇല്ലുമിനാണ്ടീനൊക്കെ എടുത്ത് എറിയുന്നു. അമ്മോ, എമ്മാര് കട്സടോ. ഈ ഒരു സാധനമാണ് ജില്ലയിലൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു. But answer this one question. Who are you really? ലൂസിഫർ. മുരളി ഗോപി, രാജേട്ടൻ. എന്റെ മോനെ, ഈ ചങ്ങായിയാണോ വില്ലൻ? എക്സ്പീരിയൻസ് ഇൻ ഐമാക്സ്. എന്തപ്പത് ഈ ട്രെയിലറിൽ ഇവർ കാണിച്ചു വെച്ചേക്കണമെന്ന് ഒരു പിടിയില്ല കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സാധനം. ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഒരു എപ്പിക് സാധനമായിരുന്നെങ്കിൽ ഇത് എപ്പിക് സ്ക്വയർ എന്ന് പറയണം. അമ്മാതിരി ഒരു പെട്ട സാധനം. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഈ ഒരു ട്രെയിലറിൽ നിന്ന് മനസ്സിലാവും, എന്നാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവാത്ത ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ഈ ഒരു പടത്തിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ട്രെയിലറിനകത്തുണ്ട്. അത് തന്നെയാണ് എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ചിട്ടുള്ള കാര്യം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് മിക്കവാറും ഇതിൽ ദൈവപുത്രൻ തന്നെ തെറ്റുകൾ ചെയ്താൽ ചെകുത്താൻ അവതരിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയാൻ പോകുന്ന സാധനം എനിക്ക് ഓൾമോസ്റ്റ് തോന്നുന്നത് ടോവിനോന്റെ ക്യാരക്ടർ ചതിച്ചു കഴിഞ്ഞിട്ട് ഒന്നുമില്ലെങ്കിൽ അയാളെ തിരുത്താൻ, അല്ലെങ്കിൽ മൂപ്പര് വില്ലനായിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ തീർക്കാൻ വേണ്ടിയിട്ട് ഡെവിളായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ വരും. തുടർന്നുണ്ടാകുന്ന സംഘടനകൾ കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ ഇവർ റിവീൽ ചെയ്തിട്ടില്ല. അത് വേറൊരു പ്ലസ് പോയിന്റ് ആണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സാധനമാണ് എല്ലാവരും പറയാൻ പോകുന്ന ഒരു സംഭവം. പക്ഷെ എന്തായാലും ഇവന്മാരെന്തായാലും പൊട്ടന്മാരല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ വേറെ കാര്യങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പൊ ട്രെയിലറിൽ കാണിച്ച സാധനങ്ങൾ വെച്ചിട്ട് ഒരു രക്ഷയില്ലാത്തൊരു എപ്പിക് ഐറ്റം. പൃഥ്വിരാജ് ആദ്യം ലൂസിഫറിന്റെ കഥ പറഞ്ഞ സമയത്ത് ഇതിനെ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് മലയാളത്തിന്റെ ബാഹുബലി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ്. ഒരു സംശയവുമില്ല, ബാഹുബലി എന്ന് പറഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക് പടം എന്നുള്ള നിലയ്ക്കല്ല. ബാഹുബലി എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു വേൾഡ് ബിൽഡിങ്ങും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു റിച്ച്നെസ് ഉണ്ടല്ലോ, ആ ഒരു ഫ്രെയിം ക്വാളിറ്റികളുണ്ട്, അതിനെയാണ് പൃഥ്വിരാജ് ഉദ്ദേശിച്ചത്. അത് ഈ സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ ലൂസിഫറിനകത്ത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതിന്റെ ഒരു 10 മടങ്ങ് വേറൊരു റേഞ്ചിൽ, ഇന്റർനാഷണൽ റേഞ്ചിൽ തകർക്കുന്ന സാധനങ്ങൾ ഈ ഒരു ട്രെയിലറിനകത്ത് ഒരു പടച്ചു വിട്ടിട്ടുണ്ട്. എന്തായാലും സിനിമ മൊത്തം കഴിഞ്ഞല്ലോ. ഈ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ട് തന്നെ വേണമെങ്കിൽ പറയാം. എത്ര ആൾക്കാരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. അതും ഭയങ്കര ഒരു അഭിമാന മുഹൂർത്തം തന്നെയായിരിക്കും. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് 13-14 കോടിയോളം പ്രീ സെയിൽ കഴിഞ്ഞു. നമ്മളുടെ ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്ന് പോകുന്ന ഒരു സിനിമയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. 14 കോടി രൂപയോളാണ് ഇപ്പൊ തന്നെ അതിന്റെ പ്രീ സെയിൽ എന്ന് പറയുന്നത്. ബുക്ക് മൈ ഷോയിൽ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടില്ല ഇനി ഇതുവരെ ആയിട്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഡാം ഷുവറാണ് 50-70 കോടി രൂപ കളക്ട് ചെയ്യുന്നുള്ളത്. പോസിറ്റീവ് എങ്ങാനും ആണെങ്കിൽ മിക്കവാറും ഫസ്റ്റ് ദിവസം തന്നെ അറൗണ്ട് 80 കോടി 100 കോടിയുടെ അടുത്ത് വരാനുള്ള, അതായത് വേൾഡ് വൈഡ് ഗ്രോസ് ആണ് ഞാൻ പറയുന്നത്, പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ. ഇനിയുള്ളൊരു ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് ലിയോന്റെ കളക്ഷൻ റെക്കോർഡിനെ മോഹൻലാലിന്റെ എമ്പുരാൻ തകർക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ലിയോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ലോകേഷ് ഘടകം, വിജയ് ഘടകം, അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്, കുറെ ഫാൻസ് ഉണ്ടല്ലോ, അവരുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഷോ കഴിഞ്ഞത് മുതൽക്ക് ലിയോന്റെ ആ ഹൈപ്പ് അങ്ങോട്ട് നേരെ കുത്തനെ താഴ്ന്നെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു പ്രതീക്ഷയെ മീറ്റ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് എന്നെ സംബന്ധിച്ച് മീറ്റ് ചെയ്തില്ല. സോ അതിന്റെ ഒരു ഡൗൺഫാള് ആ ഒരു സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സിനിമയെ സംബന്ധിച്ച് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ലൂസിഫറിന്റെ പാറ്റേൺ പിടിക്കുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഹാഫ് സ്ലോ പേസ് ആയി കത്തിക്കേറി ഒരു മെഗാ വെടിക്കെട്ട് തന്നെ ആയിരിക്കും അവസാനത്തെ ഭാഗത്തേക്ക് ഉണ്ടാവുക. പക്ഷേ എമ്പുരാനിൽ ഫസ്റ്റ് മുതൽക്ക് തന്നെ വെടിക്കെട്ടിന്റെ സമയങ്ങളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഖുറേഷിയുടെ കഥ കാണിക്കണം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റീഫന്റെ കഥ ഇതിൽ ബാക്കി കാണിക്കണം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എന്തായാലും തുടക്കം മുതലൊരു റേഞ്ചിൽ പോകുന്ന ഒരു സെമി സ്ലോ ബേൺ ആയിട്ടുള്ള സിനിമയായിരിക്കും എനിക്ക് പേഴ്സണലി തോന്നുന്നു ഈ ഒരു സിനിമയെ കുറിച്ചിട്ട്.
എന്തായാലും മോഹൻലാലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഫാൻസിനെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ, ലാലേട്ടൻ്റെ സിനിമ ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു, ഒരു പോസിറ്റീവ്, നല്ല രീതിയിൽ പോസിറ്റീവ് റെസ്പോൺസ് വന്നിട്ടുള്ള ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ ആസ് എ മോഹൻലാൽ ഫാൻ ഞാൻ ആദ്യം തന്നെ പറയുന്നു, ഒരു തവണയല്ല ആ ദിവസം ആ ഒരു പടം കാണാൻ കയറുക, 2 അതിലധികമോ തവണ കാണാൻ കയറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വന്ന് ലിയോനെ സംബന്ധിച്ച് കിട്ടിയിട്ടുള്ള ആ ഒരു തമിഴ് ഓഡിയൻസ് ഉണ്ട് കേരളത്തിനകത്ത്, ഈ ഒരു FD ഇടാനുള്ളത്. ആ ഒരു തമിഴ് ഓഡിയൻസിൻ്റെ കുത്തൊഴുക്ക് കാലത്തന്നെ കഴിഞ്ഞു. പക്ഷേ ഇവിടെ മോഹൻലാലിനെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നത് റിപ്പീറ്റ് ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാവും. പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ 13 to 15 കോടി ഈ ഒരു പടം കേരളത്തിൽ നിന്ന് വരാനുള്ള സാധ്യത, സകലമാന എന്താ പറയുക സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വേറെ റേഞ്ചിലേക്ക് പടം പറക്കുന്നുള്ളത് 100% ഉറപ്പാണ്. എൻ്റെ ഒരു നേരത്തെ ഞാൻ പറഞ്ഞൊരു സംഭവം തന്നെയാണ്, ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രിൻ്റൊന്നും ഹിന്ദിക്കാർ ഇറക്കി വിടാണ്ടിരുന്നാൽ മതിയായിരുന്നു. ദൈവത്തെ ആലോചിച്ച് അതൊന്നും ചെയ്യാതിരിക്കുക. കാരണം ഇതിലിപ്പോൾ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇത് ശരിക്കും സീരിയസ്ലി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും എന്തായാലും പൈറസി പ്രിന്റുകൾ കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദൈവത്തെ ആലോചിച്ച് നല്ല സ്ക്രീനുള്ള, നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്, മ്യൂസിക് സൈഡ് എന്നൊക്കെ പറയുന്നത് ഇൻ്റർനാഷണൽ രീതിക്ക് നിൽക്കുന്ന പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ട്രെയിലറിനകത്ത് പോലും നമുക്ക് കാണാൻ കിട്ടിയിട്ടുള്ളത്. വേറെ റേഞ്ചിലുള്ള എലിവേഷൻ സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു 100% എനിക്ക് ഉറപ്പാണ്. കാരണം സംവിധായകന്റെ പേര് പൃഥ്വിരാജ് എന്നാണ്. സോ എന്തായാലും ഇതിനകത്ത് ഇനി മമ്മൂട്ടിയെ കണ്ടാൽ വരെ അത്ഭുതപ്പെടാനൊന്നുമില്ല. റെഡ് ഡ്രാഗൺ പരിപാടികൾ കാണിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ടീസ് ചെയ്ത് പോയിട്ടുള്ളൂ റെഡ് ഡ്രാഗണിൻ്റെ ആ ഒരു ഗ്യാങ്ങിനെ പറ്റിയിട്ട്. അതൊക്കെ സിനിമയിൽ കൂടെ അറിഞ്ഞാൽ മതി. സോ നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.